കോതമംഗലം റവന്യൂ ടവറിലെ വാടകക്കാർ പ്രതിസന്ധിയിൽ. ബോർഡ് അധികൃതർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നാളിതുവരെ നിർവഹിക്കാതെ തങ്ങളെ ഒഴിവാക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നതെന്നാരോപിച്ച് വ്യാപാരികൾ ടവറിലെ ജപ്തി നടപടികൾ ഒഴിവാക്കുവാൻ റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകി. താലൂക്കിലെ മുഴുവൻ ഗവൺമെന്റ് ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ KSHB 2000 പ്രവർത്തനം ആരംഭിച്ചതാണ് റവന്യൂ ടവർ. ബോർഡ് അധികൃതർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നാളിതുവരെ നിർവഹിക്കാതെ തങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് അണിയറയിൽ നടക്കുന്നതെന്നും കോതമംഗലം റവന്യൂ ടവറിലെ വാടകക്കാർ പ്രതിസന്ധിയിലാണെന്നാരോപിച്ചാണ് ജപ്തി നടപടികൾ ഒഴിവാക്കുവാൻ റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകിയത്. വർഷങ്ങളോളം അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താതെ അധികാരികൾ ഭീമമായതും അശാസ്ത്രീയമായതുമായ പൊതുപരിപാലന ചിലവ് നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ച് ഭൂരിപക്ഷം പേരും വർഷങ്ങളായി അതിൽ മുടക്കം വരുത്തിയിരുന്നെന്നും ടവറിലെ ഗവൺമെന്റ് ഓഫീസുകൾ ഒന്നടങ്കം പണി പൂർത്തിയാക്കിയ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറിയതിനാൽ കച്ചവട സാമ്പത്തിക മാന്ദ്യം മൂലം വലഞ്ഞിരിക്കുന്ന തങ്ങൾക്ക് ഇരട്ട പ്രഹരമാണ് നേരിടുന്നതെന്നും വാടകക്കാർ അറിയിച്ചു. വാടകക്കാരുടെ സംഘടനയ്ക്കു വേണ്ടി കോതമംഗലം MLA ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ റവന്യൂ ടവർ ടെനന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ സോണി മാത്യു, PH ഷിയാസ്, ഷാജി വർഗീസ്, യുവജനക്ഷേമ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് റോണി മാത്യു എന്നിവർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പോയി കേരള സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി K രാജനെ കണ്ട് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.